ഗുഡ് മോർണിംഗ് ഗൈസ്. ജിമ്മിന് പോകാൻ വേണ്ടി എന്നെ കാത്തു നിൽക്കുന്ന ആളാണല്ലോ. ആൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഫോണിൽ വിളിച്ചിരിക്കുക. ചോദിച്ചോക്കാം. ഗുഡ് മോർണിംഗ്. ഇന്നലെ തിങ്കളാഴ്ച ജിമ്മില്ലേ? ഞാനിവിടെ കിടന്നുറങ്ങുണ്ടായിരുന്നു. ഞാൻ 10 ഉറങ്ങിയ ഉണിവുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ ആൾക്ക് ജസ്റ്റ് ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അതുകൊണ്ട് പോകാൻ ജിമ്മിന്. മെയിനായിട്ട് കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ജിമ്മിന് മുടങ്ങാണ്ട് വരുന്നത്. ചെക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് ജിമ്മിന് പോകാം. അപ്പം നടത്തറ പൂച്ചിട്ട് ഭാഗമാണിത്. എല്ലാ മരങ്ങളും മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള പോലെ മുറിച്ചു. എന്നു വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ വീതി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മരങ്ങളൊക്കെ കൂടെ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചാലോട്ട് കഴിഞ്ഞാൽ അടിപൊളി റോഡാണ്. അടിപൊളി റോഡ്. ഞങ്ങളുടെ ജിം ക്ലാസ്സിൽ റീച്ചായിരിക്കുകയാണ്. കേസ് റീച്ചായിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ആകാശ് എല്ലാവരും അന്വേഷിച്ചിടുക. ഇന്നലെ നമ്മുടെ ഫസ്റ്റത്തെ ഡെയിലി വ്ളോഗ് ഇട്ടതിന് പിന്നാലെ അവനെ കുറേ പേരെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആരതി എന്ന് പറഞ്ഞ ആ കുട്ടിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ അടുത്ത് നിന്റെ കൂട്ടുകാരോട് ഞാൻ അന്വേഷിക്കും, നീ എന്നെ കോഴി എന്ന് പറഞ്ഞ് ഒഴിവാക്കാറേ പതിവ്. പക്ഷെ നീ അന്വേഷിച്ചപ്പോൾ ഞാൻ ഡേവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടത്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് അതൊക്കെ വെച്ച് നോക്കാം. അടുത്ത മാസം പറയും എന്തിനൊരു തെളിവ് വേണോ? അതുകൊണ്ടാണ് പറയും. കൊടുക്കണ ഒരു കഴിഞ്ഞാൽ കഴിച്ചിത്ര ഇവിടെ നിന്ന്. ചിലപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ പോയി. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി ഡിസ്ക് ബേഡ് മാറാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കിട്ടുമോ നോക്കട്ടെ, ബുക്ക് ചെയ്യാൻ പറ്റുമെന്നേ. അപ്പോൾ നമ്മുടെ വീടായ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് അവർ മാറ്റി തരാമെന്ന് പറഞ്ഞത്. ഒരു 500 ഉള്ളിലാണ് പറഞ്ഞത്. ഒരു 1-2 മണിക്കൂറിനുള്ളിൽ മാറ്റിയാണെന്ന് പറഞ്ഞത്. കാരണം കുറച്ച് തിരക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ചെല്ലാൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി കുളിച്ച് പ്രശ്നം നേരെ ഇറങ്ങാം. അപ്പോൾ നമുക്ക് പോയി ഒന്ന് മുടി വെട്ടാം. ജിമ്മ് കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പോയി മുടി വെട്ടാമെന്ന് ഞാൻ വിചാരിക്കണം. മുടി സൈഡ് മാത്രം ഇട്ടാക്കാം. ചിലപ്പോൾ മുടി വെട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തോന്നിയില്ല മുടി വെട്ടിന്ന്. അതേപോലെ ഞാൻ വെട്ടാം. പോയി സൈഡ് മാത്രം എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിന്ന് മുടി വെട്ടാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെയാണ്. നമ്മൾ മുന്നോട്ട് വന്ന് മുടി വെട്ടി പോയതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് വെട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. മുടി വളർത്തണം എന്ന് വേണ്ടി ഞാൻ ഇവിടേക്ക് വരാൻ തുടങ്ങിയിട്ട് കുറേ കൊല്ലങ്ങളായി. എല്ലാവരും ചേട്ടാ ഇതുവരെ മുടി വളർത്തിയിട്ടില്ല. മുടി കുറച്ചൊന്ന് സെറ്റായി വരുമ്പോഴേക്കും പിന്നെ വീണ്ടും വെട്ടി വീണ്ടും പറ്റൊക്കെ വെട്ടി സെറ്റാക്കി പോകും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വരും. ചേട്ടാ മുടി വളർത്തണം, സൈഡ് മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് അരുംചാട്ടൻ. മുടി വെട്ടേണ്ടതാണ് ഉള്ള അവസ്ഥ. ഇതാണ് വേണ്ട ബാക്കാണെന്നുണ്ടെങ്കിൽ അവിടെ മിററിൽ കാണാൻ പറ്റും. കഥകളെ ഓരോ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ കഥകൾ പറഞ്ഞുതരും, ചരിത്രം പറഞ്ഞുതരും. ഫുള്ളായിട്ട് പറഞ്ഞിട്ട് ഫുൾ എൻ്റർടൈൻ ചെയ്യിക്കും. മുടി വെട്ടി കഴിഞ്ഞപ്പോഴുള്ള പോലെ കണ്ണാടയിൽ ബാക്ക് വാങ്ങ വേണ്ട അങ്ങനെ കേട്ടുള്ളൂ. മുകളിലൊന്നും കളയാറില്ല. പോവാ പിറ്റേ പോവാ. 1 മണിക്ക് വേണ്ടി ഒരു കട വന്നപ്പോൾ വേണമെങ്കിൽ കവർ എടുത്തോളാനാണ് ദാത്തുള്ള പറഞ്ഞു. വല്യമ്മ അങ്ങനെയൊക്കെ പറയുള്ളൂ. കേസ് അപ്പോൾ നമുക്ക് പോയിട്ട് വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറിയിട്ട് വരാം. കുളിച്ച് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവർ ബ്രേക്ക് പാഡ് മാറിത്തരും. അപ്പോൾ നമുക്ക് പോയിട്ട് ബ്രേക്ക് പാഡ് മാറിയിട്ട് വരാം. നല്ല സൗണ്ട് അവിടെയും വരെ ഇങ്ങനെ എത്തിക്കാം ഈ സൗണ്ട് വെച്ചിട്ട്. എന്തായാലും നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഷോറൂമിൽ നല്ല വണ്ടികൾ കുറേ സർവീസിന് ഇരിക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഫ്രണ്ടിലൂടെ ഭയങ്കര ബ്ലോക്കാണ് വണ്ടിയിൽ. ഇവിടെ എല്ലാ ദിവസവും ഉള്ള ബ്ലോക്ക്. അവിടെ പാലമണി നടക്കണ കാരണം. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ബ്രേക്ക് പാഡ് മാറിയെടുക്കാം. ഗൈസ്, അപ്പോൾ ഏകദേശം ഒരു 3.5 മണിക്കൂറായി. 3 മണിക്കൂറോളായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. വണ്ടി ഇപ്പോൾ കിട്ടുന്ന പറഞ്ഞു. ഓൾറെഡി മുന്നേ പറഞ്ഞാലും തിരക്കുണ്ടെന്നിട്ടാ. ഒരു 3 മണിക്കൂറായി. റെഡി ആയതുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. നോക്കി നോക്കാം. അങ്ങനെ ഒരു 3:15 ഇപ്പോൾ നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കും. സീറോയിൽ നിന്ന് ചാർജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. സൗണ്ടൊക്കെ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് അവർ. എല്ലാം സെറ്റായിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ മാറിയിട്ടുണ്ട്. പോവാം. ബട്ടൺ ചെറിയൊരു ഇതുണ്ടായിരുന്നു, ജാമ്പ് പോലെ ഉണ്ടായിരുന്നു. അത് അവർ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓൺ ഓഫ് ബട്ടണൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ നല്ല സർവീസാണ്. നമുക്ക് എന്തായാലും പോവാം.
അപ്പോൾ നമ്മൾ വരും വഴിക്ക് 2 പൊറോട്ട ഒരു ചിക്കൻ പൾസ് കറിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ നരത്തലുള്ള ഈ ഒരു ടേക്ക് അവേ കൗണ്ടറിൽ നിന്ന്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ടർഫ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ടർഫിൽ കളിക്കാൻ വേണ്ടി പോവാം. ലൈറ്റ് കുറവാണ്, അവിടെ പോയി നല്ല ലൈറ്റ് ഉണ്ടായിരിക്കും. അവള് പറയ് അത് കുഴപ്പമില്ല, ഇത്ര കണ്ടാൽ മതി, ബാക്കി അവിടെ വിട്ടെടുക്കാം. പള്ളിയിൽ ഞാനിവിടെ പോകണം. അളീൻ്റെ കൂട്ടുകാരൊപ്പാണ് കളിക്കാൻ പോണത്. ആൾ തികയാത്ത കാരണമല്ല, ഞാൻ വലിഞ്ഞ് കയറി പോണത് അവരപ്പോൾ. പോയി കളിച്ചിട്ട് വരാം, അനുഗ്രഹിക്കണം. ഇവരൊക്കെ ഇന്ന് പതതുപ്പൊന്ന് കാണാം, ഇവരൊക്കെ മേലെ ഇറങ്ങാത്ത ആൾക്കാരാ. ഞാനും പോയി നോക്കിയിട്ട് വരാം. എനിക്കെന്നെ കാണാൻ പറ്റില്ല, കാരണം ടർഫിൽ ലൈറ്റൊന്നും ഓൺ ചെയ്തില്ല. ഞാൻ ടർഫിലെത്തി. ടർഫ് ഒരു പാടത്ത് നടുക്കിലാണ് ടർഫുള്ളത്. ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം കണ്ടു, എന്താ ഞാൻ കാണിച്ചിട്ടാ. ഒരു തെങ്ങാ എന്തോ നിൽക്കണോ നിങ്ങൾ, മറ്റേ പുളിയിലൊക്കെ നമ്മുടെ ഉണങ്ങി ഒട്ടിയ പോലെ ഉണ്ടാവും. ഒരു തെങ്ങാട്ടത്. ഇവിടെ തെങ്ങ് മരിയൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷേ ഈ സാധനം നിൽക്കണം ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടർഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, ടർഫിൻ്റെ ആൾക്കാർ വരണുള്ളൂ. ഇന്ന് വേറെ ബുക്കിംഗ് ഒന്നും ഇല്ലാത്ത കാരണം തന്നെ ലൈറ്റ് ഓൺ ആക്കാൻ പോകണല്ലോ. ലൈറ്റ് ഓൺ ആക്കി ഞാൻ ചേട്ടാ ഫേമാൻഡ് കളി എൻ്റെ ഒപ്പൊക്കെ ഇടുന്നു ചത്തു. എന്താ എനിക്കും പണി കിട്ടി, കാലും നിരങ്ങി പോയിട്ട് ബൂട്ടും നല്ല വേറെ കളിച്ചിരുന്നത്. ക്യൂപ്പടളക്കി കാല് പൊട്ടിയതാണ് ഏറ്റവും വലിയ സീനായത്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും കളിക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് മിനിറ്റ് കാണാം. ഓ കാലിൻ്റെ പരുവങ്ങൾ ഇതേപോലെ ഇതേപോലെ നല്ല രസമുണ്ട്. നോക്കണം സെയിൽസ് ഓഫീസർ ആയിട്ട്. കളി കഴിഞ്ഞിട്ട് ഒരു സെറ്റ് അപ്പോൾ കളി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കാലം വയ്ക്കൊക്കെ കാണിച്ചോക്കാം. എന്നിട്ട് പറയാം നോക്കാട്ടോ. അച്ചിറങ്ങിയാ അച്ചിറങ്ങിയ അമ്മ എവിടെയാ? ഒന്നുമില്ല, അങ്ങോട്ട് വാ. അങ്ങോട്ട് വാ. ഓക്കെ കളിച്ചിട്ട് നിരങ്ങിപ്പോയത് വീണിട്ട്. ഹായ് ഹായ് ഒന്നില്ല, ചെറുതായിട്ടൊന്ന് പൊട്ടിയതാ കാലുമ്മ. കളിച്ചിട്ട് പോയാ ആ എന്നോട് ഞാൻ പറഞ്ഞപ്പോ അപ്പോൾ ഇന്നത്തെ ദിവസം വെച്ച് കഴിഞ്ഞ് നമുക്ക് നാളെ കാണാൻ, നാളെ എന്തെങ്കിലും സംഭവിക്കാൻ നോക്കാം. ഞാൻ പോയി കാലം ഒന്ന് കഴുകി സെറ്റ് ആക്കട്ടെ. ഞാൻ അവിടെ നിന്നുള്ള കഴുകി ഉണ്ടാക്കി ഫുള്ള് തെറിയ കളിക്കാൻ പോയി. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. ബൈ.